ഡയാന രാജകുമാരി ജനിച്ചു വളർന്ന വെയിൽസിലേക്കാണ് ഇന്നത്തെ യാത്ര. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ലാൻഡ്സ്കേപ്പുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ വെയിൽസ്. കടൽ തീരവും കുന്നിൻ ചെരുവുകളും മലയോര പാതകളും ഒക്കെ ആയിട്ടൊരു വേറൊരു ലോകം തന്നെയാണ് വെയിൽസ്. അതിപുരാതനമായ നഗരത്തിൻ്റെ പല രീതിയിലുള്ള ഭംഗികളും അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന നല്ല സൂപ്പർ ഒരു സ്ഥലം. അവിടത്തേക്ക് ഇന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു മീൻപിടുത്തമാണ്. ചുമ്മാ ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഒന്നങ്ങ് പോകാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവുണ്ട്. മനോഹരമായ ഹൈവേയിലൂടെ വെയിൽസിൻ്റെ ഒരു ബെൽനെക്ക് എന്ന് പറഞ്ഞൊരു കടൽ തീരത്തേക്കാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. ാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അവസരം അവർ തന്നേക്കുന്നത്. ശരിക്കും ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവർ ഉപയോഗിക്കുന്നത് കാരവൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. യുകെയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കാരവാൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ആഴ്ചകളോളം ഇവിടെ താമസിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണിത്. അതിന് പറ്റിയൊരു ക്ലൈമറ്റും അതിന് പറ്റിയ നല്ല മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പുള്ള ഒരു ഏരിയയാണിത്. ഇതാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോണ വഴി. ഇതിലിങ്ങനെ ഇറങ്ങി വന്ന് തീരത്തേക്ക് ചെന്നിട്ടാണ് ചൂണ്ടയിടുന്ന സ്ഥലം. ഇന്ന് ആരുമില്ല കേട്ടോ. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ലാത്തത്. വീക്കെൻഡൊക്കെ ആണെങ്കിലും പിന്നെ ഈ പബ്ലിക് ഹോളിഡേയ്സിനൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഒത്തിരി ആൾക്കാർ വരും. ശരിക്കും ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു സൈഡാണ്. യുകെയുടെയും അയർലൻഡിനും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് ഈ ഭാഗം. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയർലൻഡിലേക്കുള്ള ബോട്ട് സർവീസ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. വെയിൽസ് എന്ന് പറയുന്നത് യുകെയുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ കടലിനപ്പുറത്തെ സൈഡായിട്ട് വരും
ഏകദേശം അമേരിക്ക. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. ചൂണ്ടയിട്ട് മാത്രമേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. വല വീശാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബാൻ ചെയ്തേക്കുന്നതാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഹൈ ടൈഡിൻ്റെ ടൈം ഏകദേശം ആവുന്നതിന് 2 മണിക്കൂർ മുമ്പെന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കാനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളുണ്ട്. ഹൈ ടൈഡിന് 2 മണിക്കൂർ മുമ്പും ഹൈ ടൈഡ് കഴിഞ്ഞുള്ള സമയത്തൊക്കെയാണ് മീൻ കൂടുതൽ കരയിലേക്ക് വരുന്നത്. കിട്ടിപ്പോയി ഒരു അയലേനെ കിട്ടി. ഒരെണ്ണം പോയോ? ഇല്ല, 2 ഉണ്ട്. ഇവിടെ കടലിൽ മെയിനായിട്ട് ഇങ്ങനെ ചൂണ്ടയിട്ട് കഴിയുമ്പോൾ കിട്ടുന്നത് മാക്രൽ, നമ്മുടെ നാട്ടിലെ അയല എന്ന് പറയുന്ന മീനാണ്. അതാണ് കൂടുതലും കിട്ടുന്നത്. എനിക്ക് ചൂണ്ടയിടൽ അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് വരുന്ന മീനെ പിടിക്കാൻ മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. ഡാഡിയാണ് ചൂണ്ടയിട്ടത് മൊത്തം. ഡാഡിക്ക് കുറേ നാളത്തെ ചൂണ്ടയിടൽ എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ ഡാഡിനെ കൊണ്ട് ചൂണ്ടയിട്ടയച്ച് ഞാൻ കരയ്ക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. കൂടുതലായിട്ടും ചൂണ്ടയിട്ട് കിട്ടുന്നത് മാക്രലാണ്, നമ്മുടെ നാട്ടിലെ അയല. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചൂണ്ടയിടുന്നത് തന്നെ. അങ്ങനെ വേലിയേറ്റ സമയമായതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ചൂണ്ടയിടൽ നിർത്തിവെച്ചു. ഇപ്പോൾ നല്ല തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചൂണ്ടയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങി. പക്ഷേ മീൻ കുറവാണ് പിന്നെ കിട്ടാൻ തുടങ്ങിയത്. ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതോ കണ്ടു തീർക്കാൻ പറ്റുന്നതോ അല്ല വെയിൽസിൻ്റെ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർന്നുള്ള ഭാഗം കൂടി ഞാൻ പോസ്റ്റ് ചെയ്യും ഉടൻ തന്നെ. എല്ലാവരും വീഡിയോ ഉണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.